നമസ്കാരം. നമുക്ക് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ ടൈപ്പ് ഫാബ്രിക് ഉണ്ട് ചോദിക്കും. നമ്മുടെ കയ്യിൽ ഒരു പരിധി വരെ എല്ലാ ഫാബ്രിക്കുകളും ഉണ്ട്. അവൈലബിൾ ആയുള്ള ഏത് ഫാബ്രിക്കും ചെയ്യാൻ പറ്റും. എല്ലാ കസ്റ്റമേഴ്സും അറിയുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നമ്മുടെ കയ്യിൽ ഏതൊക്കെ ടൈപ്പ് ഫാബ്രിക് ഉണ്ടെന്ന്. ശരിക്കും അതിന്റെ സിമ്പിൾ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫാബ്രിക്കാണ് വേണ്ടത് എന്നാണ് തോന്നുന്നത്. എന്നാലും ഈ വീഡിയോയിൽ കുറച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കുറച്ച് ഫാബ്രിക്കുകളെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏത് ഫാബ്രിക്കാന്ന് പറയാം, അതുപോലെ തന്നെ അതിന്റെ യൂസും ചെറുതായിട്ട് പറയാം. ഓക്കെ, ഇന്ന് നമ്മുടെ നാട്ടിൽ യൂണിഫോം പർപ്പസിന് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫാബ്രിക്കാണ് മാർസ് ഫാബ്രിക്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് ആണ്. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കും, അധികം ചൂടൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് സ്യൂട്ടബിൾ ആവുക എല്ലാ ടൈപ്പ് യൂണിഫോമുകളും. ഒന്ന് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എല്ലാ ടൈപ്പ് യൂണിഫോമുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് മാർസ് ഫാബ്രിക്. ഈ മാർസ് ഫാബ്രിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, പല ടൈപ്പ് ക്വാളിറ്റികൾ വരുന്നുണ്ട്. 3-4-5 തരം ക്വാളിറ്റികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ച് ക്വാളിറ്റി ഏതാന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാം. ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫാസ്റ്റ് മൂവിങ് ആയുള്ള ഫാബ്രിക്. പേര് മാർസ് ഫാബ്രിക് ആണ്. ദെൻ പിന്നീട് വരുന്ന ഫാബ്രിക്, മാർസ് തൊട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിരുന്ന ഫാബ്രിക് ആണ് ലെക്കോസ്റ്റ പറഞ്ഞ ഫാബ്രിക്. അതായത് ലെക്കോസ്റ്റ പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, അത് ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ലെക്കോസ്റ്റ പറഞ്ഞ ഫാബ്രിക് കാണുമ്പോൾ 100% കോട്ടൺ എന്നുള്ള ഫീലിംഗ് വരും, പക്ഷേ 100% കോട്ടൺ അല്ല. ഓക്കെ, അതും ശ്രദ്ധിക്കണം. പല കസ്റ്റമേഴ്സും അറിയാതെ 100% കോട്ടൺ എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലെക്കോസ്റ്റ ഫാബ്രിക് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിന്റെ ടീഷർട്ട് വലിയില്ല, കളർ പോവില്ല, വേറൊരു സംഭവം നടക്കില്ല. ലെക്കോസ്റ്റയിൽ ചെറുതായിട്ടെങ്കിലും നൂല് പൊന്താനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മാർസിനേക്കാട്ടും ചൂട് കൂടുതൽ വരിക ലെക്കോസ്റ്റ ഫാബ്രിക്കിലാണ്. ഓക്കെ, ഇത് ലെക്കോസ്റ്റ തന്നെയാണ്. ലെക്കോസ്റ്റയിൽ സ്ട്രൈപ്സ് ആണ്. ഇത് നമ്മൾ സ്കൂൾ യൂണിഫോമിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൽസബീൽ പോലത്തെ സ്കൂളുകൾക്കൊക്കെ നമ്മൾ മുൻപ് കൊടുത്തിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ കമ്പനി യൂണിഫോമുകൾ, അതായത് മുമ്പത്തെ പോലെ ആ പ്ലെയിൻ ടീഷർട്ട് എന്നുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് പല കമ്പനീസ് ഇതുപോലത്തെ സ്ട്രൈപ്സ് ഉള്ള മോഡലുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ലെക്കോസ്റ്റയിൽ പെട്ടെന്നാണ്, പക്ഷേ ഒന്നുകൂടി അഡ്വാൻറ്റേജ് ആണ്. ചൂട് നോർമൽ ലെക്കോസ്റ്റയെക്കാളും കുറയും, ക്വാളിറ്റി കൂടിയ ലെക്കോസ്റ്റയാണ്. പിന്നെ വരുന്നത് നമ്മുടെ നിർമ്മൽ നെറ്റ് പറഞ്ഞ ഫാബ്രിക് ആണ്. നിർമ്മൽ നെറ്റ് സ്പൺ ആണ് കേട്ടോ, നോർമൽ നിർമ്മൽ നെറ്റ് അല്ല, നിർമ്മൽ നെറ്റ് സ്പൺ. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂണിഫോം പർപ്പസിന് തന്നെയാണ്. നിർമ്മൽ നെറ്റിനേക്കാളും കുറച്ചും കൂടി കട്ടിണ്ടായിരിക്കും. കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കൂൾ യൂണിഫോമിനാണ്. ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നിർമ്മൽ നെറ്റ് സ്പൺ പറഞ്ഞ മെറ്റീരിയലാണ്. ഓക്കെ, ഇത് നിർമ്മൽ നെറ്റ് നോർമൽ ആണ്. സ്പൺ പറഞ്ഞ കൂടി കട്ടി കൂടും. നിർമ്മൽ നെറ്റ് പ്ലെയിൻ ടൈപ്പ് എന്ന് പറയും, നിർമ്മൽ നെറ്റ് പോളിസ്റ്ററും എന്നതിന് പറയും. ഇതിന്റെ അഡ്വാൻറ്റേജ് മറ്റേ നിർമ്മൽ നെറ്റ് സ്പണ്ണിന്റെ അത്ര കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം ചൂട് ഉണ്ടാവില്ല, കംഫർട്ടായിരിക്കും. പിന്നെ വരുന്ന ഫാബ്രിക് ആണ് ഡോട്ട് നെറ്റ് ഫാബ്രിക്. ഡോട്ട് നെറ്റ് ഇത് നമ്മൾ ജേഴ്സികൾക്കൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. യൂണിഫോമിനും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇട്ട് കഴിഞ്ഞാൽ വളരെ ബോഡിയിൽ കംഫർട്ടായിട്ട് കിടക്കും. നല്ല മെറ്റീരിയലാണ്. അത് നമുക്ക് ഇവിടെ യൂണിഫോമിന്റെ എല്ലാം കൊടുക്കാൻ പറ്റും, പ്രിന്റിങ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ഫാബ്രിക് ആണ് ഹണികോംബ് പറഞ്ഞ ഫാബ്രിക്. ഈ ഹണികോംബ് കോളർ ടീഷർട്ട് ചെയ്യാൻ പറ്റും, റൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇതും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂണിഫോമിന് തന്നെയാണ്. പക്ഷേ ഇത് യൂണിഫോം നമുക്ക് കാറ്ററിംഗ് കമ്പനികൾ, ഹോട്ടൽ യൂണിഫോം അതിനൊക്കെ ഏറ്റവും കൂടുതൽ പോകാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള NSS ടീഷർട്ടുകളാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ ഒരു പരിധി വരെ മാക്സിമം സ്കൂളിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് NSS സ്കൂൾ ടീഷർട്ടുകൾ. NSS ടീഷർട്ടുകൾ മാക്സിമം ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഈ പറഞ്ഞ ഹണികോംബ് ഫാബ്രിക് ആണ്. നല്ല പ്രിന്റിംഗ് ക്വാളിറ്റി എല്ലാം അതിൽ വരും. ഓക്കെ, ഇത് പ്യുവർ പോളിസ്റ്റർ പറഞ്ഞ മെറ്റീരിയലാണ്. PP പറഞ്ഞ മെറ്റീരിയൽ. ഇത് കൂടുതലും യൂസ് ചെയ്യാം റൗണ്ട് നെക്ക് ടീഷർട്ടുകൾക്കാണ് കൂടുതലും യൂസ് ചെയ്യാം. പക്ഷെ കോളർ ടീഷർട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കോളർ ടീഷർട്ടിൽ ക്വാളിറ്റി ഉള്ളതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈസ് കുറയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് PP. ഈ PP-നെ ഞങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് 140 GSM ആണ്. ഈ പറഞ്ഞ ഫാബ്രിക്കെല്ലാം GSM കുറഞ്ഞതും വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം 120 GSM വരുന്നുണ്ട്, 110 GSM വരുന്നുണ്ട്, അതുപോലെ തന്നെ 90 GSM വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് സൂപ്പർ പോളി പറഞ്ഞ മെറ്റീരിയലാണ്. സൂപ്പർ പോളി പറഞ്ഞ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രാക്ക് പാൻറ്റുകൾക്കാണ്. നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്യുക പറയുകയാണെങ്കിൽ സ്കൂൾ യൂണിഫോമിന് എല്ലാം യൂസ് ചെയ്യുന്ന ട്രാക്ക് പാൻറ്റുകൾ ഇതായിരിക്കും. അതുപോലെ നമ്മൾ സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലോ മാനുഫാക്ചറിങ് മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലേബേഴ്സിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയുള്ള ട്രാക്ക് പാൻറ്റാണ് സൂപ്പർ പോളി. കാരണം ഒരു കംപ്ലൈന്റ് വരില്ല. ഇത് നമ്മൾ കരാട്ട യൂണിഫോമിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ പോളി. അത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് തന്നെയാണ് നമ്മൾ
നമ്മുടെ NCCക്കൊക്കെ അപ്പറായിട്ട് ചെയ്യുന്നത്, അപ്പർ ലോവർ, അത് ഈ മെറ്റീരിയൽ തന്നെയാണ് സൂപ്പർ പോളി. ഇത് ഫ്ലീസ് മെറ്റീരിയലാണ്. നമ്മൾ കൊടൈക്കനാലിലേക്ക് ചെയ്തിട്ടുള്ളതാണ്. കൊടൈക്കനാലിൽ ഒരു ഹോട്ടലിലേക്ക് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പോകുമ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചോളൂ, നല്ല ഹോട്ടലാണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഫ്ലീസ് മെറ്റീരിയലാണ്. പോളിസ്റ്റർ തന്നെയാണ് ഫ്ലീസ് മെറ്റീരിയൽ. കാരണം അവർക്ക് തണുപ്പായതുകൊണ്ട് തന്നെ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് സൂപ്പർ പോളിയുടെ കോളറാണ്, കൈയും സൂപ്പർ പോളിയാണ്. ബോഡി നമ്മൾ കൊടുത്തുള്ളത് ഫ്ലീസ് പറഞ്ഞ മെറ്റീരിയൽ, കട്ടി മാച്ചിങ് GS നമ്മൾ കൊടുത്തുള്ളത്. ഈ ഫ്ലീസ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഹൂഡീസ് നമ്മൾ നോർമലി നല്ല ക്വാളിറ്റി കിട്ടാറ്, കട്ടിയുള്ളത്. തണുപ്പുള്ള സ്ഥലത്തേക്കുള്ള ഹൂഡീസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇടയ്ക്ക് വന്നിട്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കൊണ്ട് ഫ്ലീസിൽ ഇതുപോലെ ഹൂഡീസ് ചെയ്യാറുണ്ട്. നല്ല ചൂടായിരിക്കും. ഓക്കെ, ഫ്ലീസ് മെറ്റീരിയൽ നല്ല ചൂടുണ്ടായിരിക്കും, അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ പോളിസ്റ്ററിൽ തന്നെ ഇതുപോലത്തെ പല ടൈപ്പ് മെറ്റീരിയൽ വരുന്നത്. പോളിസ്റ്ററിൽ തന്നെ നമ്മുടെ ബബിൾസ് ഫാബ്രിക് പോലത്തെ, സ്ട്രൈപ്സ്, ഇതുപോലത്തെ പല ടൈപ്പ് ഫാബ്രിക്കുകൾ വരുന്നുണ്ട് പോളിസ്റ്ററിൽ, പല ഷേപ്പുകളിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് എയർടെക്സ് ഫാബ്രിക് ആണ്. എയർടെക്സ് ഫാബ്രിക്കിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആണ്, 100% കോട്ടൺ ആണ്. ചൂട് തീരെ ഉണ്ടാവില്ല, വളരെ സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെയിലത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ സജസ്റ്റ് ചെയ്യാം ഇതുപോലത്തെ മെറ്റീരിയൽ കൊടുക്കാറാണ്. കാരണം അവരുടെ ഹെൽത്ത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ചൂട് വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം എയർടെക്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞ ഫാബ്രിക്കുകളെക്കാട്ടിൻ്റെ അത്ര ലാസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നിരക്കാനുള്ള സാധ്യത കൂടുതലാണ്. എയർടെക്സ് ബയോവാഷ് ആണ്, എന്നാലും സാധ്യതയുണ്ട്. ഇത് ലൂപ്പ് നെറ്റ് മെറ്റീരിയലാണ്. നമ്മുടെ കുട്ടികളൊക്കെ പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്ന 5 സ്ലീവ് ടീഷർട്ടുകൾ പ്രിന്റഡൊക്കെ ചെയ്യാറുണ്ട്. 5 സ്ലീവ് ഇതിലും നമ്മൾ ഹൂഡീസ് ഒക്കെ ചെയ്യാൻ പറ്റും. നല്ല ഫേവറേറ്റ് തന്നെയാണ്. ഇത് കംഫർട്ടാണ്, കാരണം ഇത് കോട്ടൺ ആണ്. ഇതിൽ തന്നെ പോളിസ്റ്ററും വരുന്നുണ്ട്. ഇത് നമ്മൾ ഫൈൻ കോട്ടൺ ആണ്. ഫൈൻ കോട്ടൺ നമ്മുടെ റൗണ്ട് നെക്ക് ടീഷർട്ടുകൾ മാക്സിമം ചെയ്യാം ഈ ഫാബ്രിക്കിലാണ്. അതാണ് ഫൈൻ കോട്ടൺ. ഫൈൻ കോട്ടൺ നോൺ ബയോ വാഷ്. അത് ബ്രാൻഡഡ് ടീഷർട്ടുകളല്ല, സാധാരണ ഇവന്റ്സിനൊക്കെ കൊടുക്കുന്ന ടീഷർട്ടുകളിൽ വരുന്ന ഫാബ്രിക്കാണ് ഫൈൻ കോട്ടൺ. ഇത് തന്നെ ക്വാളിറ്റി കൂടിയത് വരുന്നുണ്ട്, ബയോവാഷ് വരുന്നുണ്ട്. ബയോവാഷ് ഫാബ്രിക് സെയിം ഫൈൻ കോട്ടൺ 180 GSM ബയോവാഷ്. ഇത് കൂടുതലും ബ്രാൻഡഡ് ടീഷർട്ടുകളാണ് യൂസ് ചെയ്യുക. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടെ യൂണിഫോമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതും ബയോവാഷിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ ഇത് ബയോവാഷ് ലൈഗ്ര എന്ന് പറയും. ഫൈൻ കോട്ടൺ ലൈഗ്ര കണ്ടോ, വലിയുന്നത് കണ്ടോ. ഇത് ഇടാൻ നല്ല കംഫർട്ടായിരിക്കും. ബ്രാൻഡഡ് ടീഷർട്ടുകൾക്കാണ് മാക്സിമം ഇങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഫാബ്രിക്കുകൾ മാത്രമല്ല, ഇനിയും ഒരുപാട് ഫാബ്രിക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫാബ്രിക് വേണോ, എന്ത് പർപ്പസ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ഫാബ്രിക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫാബ്രിക്കോ, എന്ത് പ്രിന്റിങ്ങോ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. താങ്ക് യു വെരി മച്ച്.